ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും ഓർഗനൈസേഷൻസിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട്, ഓർഗനൈസേഷൻസിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് ഫീൽ ഉണ്ടാക്കുകയും ഒരു പരിധിവരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ചില ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടോക്രാറ്റിക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്. എന്തൊക്കെയാണ് മെച്ചങ്ങൾ എന്നുള്ളത് ആദ്യം നോക്കാം. പിന്നീട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ, ഒരുപാട് പാർട്ട്നേഴ്സോ ഡയറക്ടേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരുമായിട്ട് ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുക. അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് ഡിലേഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൻ്റെ റെലവൻസ് തന്നെ തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷൻസിനോട് നമുക്ക് താല്പര്യമില്ല. പലപ്പോഴും ഓർഗനൈസേഷൻ അത് പ്രതികൂലമായി ബാധിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഓട്ടോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ തന്നെ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഡിസിഷൻ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചമാണ്. രണ്ടാമത്തേത് വളരെ ക്ലിയർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ആരാണോ ഡിസിഷൻ എടുക്കുന്നത് അദ്ദേഹമാണ് ആ ഡിസിഷന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി. അത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ സാധിക്കില്ല. വളരെ കറക്റ്റായിട്ട് അദ്ദേഹത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അടുത്ത പോയിന്റ്, ഇത് പലപ്പോഴും വളരെ ക്രൈസിസ് സിറ്റുവേഷൻസിൽ ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഡിസിഷൻ എടുക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രമാണ് ഡിസിഷൻ മേക്കറെങ്കിൽ പെട്ടെന്ന് അവിടെ ഡിസിഷൻ ഉണ്ടാവുകയും ആ ക്രൈസിസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ ഇത് സഹായകരമാവുകയും ചെയ്യും. അടുത്തത് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്തുള്ള ഒരു കൺട്രോളാണ്. പലപ്പോഴും ഈ ജനാധിപത്യപരമായിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് പല കാര്യങ്ങളും നടക്കാതിരിക്കാനുള്ള കാരണം ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളിലൂടെ പോയി, ഒരുപാട് ഡിലേഡ് ആയി, ഒരുപാട് അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുത്ത് വരുമ്പോഴേക്കും എൻറ്റയർ ടെക്നോളജിയോ രീതിയോ പ്രോസസ്സോ ഒക്കെ മാറിക്കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്തൊരു കൺട്രോൾ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ഒരാൾ തന്നെ ഡിസിഷൻ എടുക്കുമ്പോഴേ ആ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ടാവും. അവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള, ഇപ്പോൾ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ. വളരെ ലോജിക്കലായിട്ട് അയാൾ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അയാളുടെ ഡിസിഷൻസിനെല്ലാം ഒരു സെർട്ടൻ ക്വാളിറ്റി അഥവാ സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പാറ്റേണുകൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാം. അതിനൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ വളരെ പ്രധാനമാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ അപ്പുറത്ത് നിലനിൽക്കാനും സാധ്യതയുണ്ട്. ഒരു ഓർഗനൈസേഷനകത്താകുമ്പോൾ പ്രത്യേകിച്ചും. ഏറ്റവും ആദ്യത്തെ കാര്യം, ഒരാൾ തന്നെ ഓട്ടോക്രാറ്റിക്കായി ഡിസിഷൻ എടുക്കുന്നു എന്ന തോന്നൽ ഉളവാകുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡീമോട്ടിവേഷനാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലേ എന്നുള്ളൊരു തോന്നലാണ് അതിന് കാരണം. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കുന്ന വ്യക്തി ലീഡർ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് കോമൺ ആയിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നത്, ഓരോ ആളുകളുടെയും താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാക്കുകയും ആ ഫീഡ്ബാക്ക് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമല്ലാതെ സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ അവർക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ഈവൺ ഓട്ടോക്രാറ്റിക് എന്ന് പറയാവുന്ന എന്നാൽ ഡെമോക്രാറ്റിക് ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായകരമാവും. അപ്പോൾ ആളുകളുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ ഈ ഓട്ടോക്രാറ്റിക് ഡിസിഷൻ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ ആണെന്ന് ഫീൽ ചെയ്യുകയില്ല. കാരണം ചുറ്റുമുള്ള ആളുകളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഈ ലീഡർ ഡിസിഷൻ എടുക്കുന്നത്. അടുത്തത് പലപ്പോഴും ഒരു ലാക്ക് ഓഫ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. അത് പ്രധാനമായും ഉണ്ടാകുന്നത് ഒരാൾ തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ്, ആംഗിൾസ് ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡറാണ് ഈ പറയുന്ന ഈ ഓട്ടോക്രാറ്റിക് പൊസിഷനിലിരിക്കുന്നതെങ്കിൽ, ഓൺട്രപ്രണറിയൽ പൊസിഷനിലിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഇന്നോവേഷന് വേണ്ടി പല ആളുകളുടെയും സഹായം വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ വേണ്ടി ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസിഷൻ കുറച്ചുകൂടി ഭംഗിയാവാം. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡെമോക്രാറ്റിക് സ്റ്റൈലിലാവണം നിർബന്ധമില്ല. ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇന്നോവേറ്റീവും ക്രിയേറ്റീവും ആക്കി മാറ്റാം.
പലപ്പോഴുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതൊരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഓട്ടോക്രാറ്റിക് ഡിസിഷൻസിൻ്റെ ഓവർ ഡിപ്പെൻഡൻസി ഓൺ ലീഡർ എന്നുള്ളതാണ്. ആ ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പ് തന്നെ ആ ലീഡറുമായും ഓൺട്രപ്രണറുമായിട്ടും വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. കാരണം എല്ലാ ഡിസിഷൻസും അദ്ദേഹത്തിൻ്റെ ആവുമ്പോൾ ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും നിലനിൽക്കും. അതിനെ ഓവർകം ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെയാണ് സിസ്റ്റമൈസേഷൻ്റെ പ്രാധാന്യം. പ്രോസസ്സുകൾ കംപ്ലീറ്റ്ലി സിസ്റ്റമൈസ്ഡ് ആവുകയും ഡിസിഷൻസ് മാത്രം ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇല്ലെങ്കിൽ പോലും ആ ഒരു ഓർഗനൈസേഷൻ അത്യാവശ്യം നന്നായിട്ട് പോകും. വേറൊരാൾ അതിനെ റീപ്ലേസ് ചെയ്യും, ഇല്ലാത്ത സമയത്ത് വേറൊരാൾ അതിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രോസസ്സുകളും സിസ്റ്റംസും കൃത്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഒരു പോയിന്റ്, എല്ലാവരും പറയുന്ന ഒരു പോയിന്റ്, ഓട്ടോക്രാറ്റിക്കായി ഒരാൾക്ക് മാത്രം ഇത് വിട്ടുകൊടുത്താൽ ചിലപ്പോൾ മണ്ടൻ ഡിസിഷൻസ്, പുവർ ഡിസിഷൻസ് ഒക്കെ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അവിടെ ഞാൻ വളരെ ശക്തമായി പറയുന്നത്, ഒരു ലീഡർ ആവുമ്പോൾ അയാൾ സ്കിൽഡ് ആയിരിക്കണം, അയാൾ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡ് ആയിരിക്കണം, നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് കുറേ കാലം അയാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതേസമയം അയാളുടെ പുവർ സ്കിൽസ് ആണെന്ന് വിചാരിച്ചോളൂ, പുവർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആണെന്ന് വിചാരിച്ചോളൂ, ഓട്ടോമാറ്റിക്കലി അത് തകരുകയും ചെയ്യും. കാരണം ആ ഒരു ഡിസിഷൻ കൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഇല്ലാതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം സ്കിൽഫുൾ ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ലീഡർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോക്രസി ചിലപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് നന്നായി ഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അടുത്തൊരു പോയിന്റ് കോൺഫ്ലിക്റ്റ്, റെസിസ്റ്റൻസ് എന്നുള്ളതൊക്കെയാണ്. അതായത് ആളുകളിൽ താല്പര്യമില്ലായ്മ, അവരതിനെ എതിർക്കുന്നു, തീരുമാനങ്ങളെ എതിർക്കുന്നു എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും. അതിനാണ് അദ്ദേഹം ഒരു പീപ്പിൾ ലീഡർ കൂടിയാണെങ്കിൽ, ആളുകളുടെ കൂടി മനസ്സ് വായിക്കാൻ പറ്റുന്ന, അവരെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും അൾട്ടിമേറ്റ്ലി ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത്, അവൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അവൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ സഹായകരമാണെങ്കിൽ, നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിൽ ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ലീഡർമാർ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി അവർക്കുള്ള പലതരത്തിലുള്ള വെൽനസ് ആക്ടിവിറ്റികളും HR ആക്ടിവിറ്റികളും ഒക്കെ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാനും പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് കൈക്കൊള്ളാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ലീഡർമാർക്ക് സാധിക്കും. അപ്പോൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക, എല്ലാവരും ഓട്ടോക്രാറ്റിക് ആകണം എന്നല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പോലും എങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസിഷൻസ് മേ ബി ഓട്ടോക്രാറ്റിക്, പക്ഷേ അതിനെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ വളരെ ഭംഗിയായി നിങ്ങൾക്കൊരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.